Hello everyone, welcome back to Students Focus. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് സെയിലും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. നമ്മൾ സെയിൽ എന്താണെന്ന് പഠിച്ചു, സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഹയർ പർച്ചേസ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇലക്ട്രിക് കാർസ് ഇറങ്ങുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കൊരു ഇലക്ട്രിക് കാറ് വാങ്ങിക്കണം, അതിൻ്റെ വില 15 lakhs ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ അത്രയും ക്യാഷ് ഇല്ല. പക്ഷേ എനിക്ക് ഇലക്ട്രിക് കാർ വാങ്ങിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനൊരു സെല്ലറെ സമീപിക്കുന്നു. ആ സെല്ലറായിട്ട് ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഞാൻ ചെയ്യുന്നു. അതിൻ്റെ ബേസിസിൽ ഞാൻ കൊടുക്കാനുള്ള ഈ 15 ലക്ഷം രൂപ, അതായത് ഈ കാറിൻ്റെ വിലയായ 15 ലക്ഷം രൂപ ഞാൻ 15 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പോട്ടെ 10 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 10 മാസം ഞാൻ 1.5 ലക്ഷം രൂപ വെച്ച് ഈ സെല്ലർക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ 10 മാസം കൊടുത്തു കഴിയുമ്പോൾ 10ാമത്തെ മാസം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് എനിക്ക് ട്രാൻസ്ഫർ ആവും. ഞാൻ ആദ്യം ചെന്ന് എഗ്രിമെൻറ്റ് വയ്ക്കുന്ന സമയത്ത് തന്നെ എനിക്കതിൻ്റെ പൊസിഷൻ തരും. ആ വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാനോ എനിക്ക് സാധിക്കും. പക്ഷേ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കതിൻ്റെ ഓണർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എഗ്രിമെൻറ്റ് വെച്ചു. ഞാനതൊരു 2 മാസം യൂസ് ചെയ്തു. 2 മാസം യൂസ് ചെയ്തപ്പോൾ എനിക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഞാൻ അത് വാങ്ങിക്കണം എന്ന് തോന്നുന്നു, എനിക്ക് ഇന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ന ഫെസിലിറ്റീസ് ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയത്. ഞാൻ പക്ഷേ അത് ആ വെഹിക്കിൾ യൂസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാറ് കൊണ്ടുപോയി അതിൻ്റെ സെല്ലർക്ക് റിട്ടേൺ ചെയ്തു. ഞാൻ പിന്നെ ബാക്കി എമൗണ്ട് പേ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ ആ വാങ്ങിച്ച ഐറ്റം, ആ കാറ് കൊണ്ട് സെല്ലർക്ക് റിട്ടേൺ ചെയ്തു. ഇനി ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ലാത്ത പക്ഷം എങ്ങനെയാണ്? ഞാൻ കൃത്യമായിട്ട് പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് എനിക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഏതെങ്കിലും കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരു 5 മാസം അടച്ചു, പിന്നെ ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർക്ക് വന്ന് ആ ഗുഡ്സ് തിരിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾക്ക് 3 കാര്യം എന്തൊക്കെയാണ് മനസ്സിലായത്? നമ്മളുടെ പൊസിഷൻ, നമ്മൾ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണോ ഗുഡ്സ് നമ്മൾ എടുക്കുന്ന ആ സമയത്ത് നമുക്ക് പൊസിഷൻ ട്രാൻസ്ഫർ ആയി കിട്ടും. പക്ഷേ പൊസിഷൻ മാത്രമേ ഡെലിവർ ആവുന്നുള്ളൂ. അതിൻ്റെ ഓണർഷിപ്പ് ആ കണ്ടീഷനെ ബേസ് ചെയ്ത് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യുന്നതിനനുസരിച്ച് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അതുവരെ പൊസിഷൻ മാത്രമേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. ഇനി ഹയറർക്ക് വേണമെങ്കിൽ, ഹയറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ഞാനാണ് കാറ് എടുത്തത് ഒരു ഓണറുടെ കയ്യിൽ നിന്ന്, അപ്പോൾ ഞാനാണ് ഈ എക്സാമ്പിളിൽ ഹയറർ. അങ്ങനെ ഗുഡ്സ് ആരാണോ എടുക്കുന്നത്, ബൈ ചെയ്യുന്നത്, അവരാണ് ഹയററായിട്ട് വരുന്നത്. അപ്പോൾ ഹയറർക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 2 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാറ് താല്പര്യമില്ലാന്ന് തോന്നി. സോ എനിക്ക് ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കാം, പിന്നെ ഞാൻ ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പം അങ്ങനെ ടൈറ്റിൽ ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് ഹയറർക്ക് വേണമെങ്കിൽ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 സ്പെസിഫിക്കേഷൻസും ഉള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? പൊസിഷൻ മാത്രമേ നമുക്ക് ആദ്യം ട്രാൻസ്ഫർ ആയി കിട്ടുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിയുന്ന സമയത്ത് ഹയറർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. അതുവരെ ആ പീരിയോഡിക് ഇൻസ്റ്റാൾമെൻറ്റ്സ് എത്രയാണോ അത് കൃത്യമായ രീതിയിൽ പേ ചെയ്തുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ ഓണർഷിപ്പ് കിട്ടും. ഏതെങ്കിലും സമയത്ത് ഹയറർക്ക് തോന്നുവാണ് ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ ഹയറർക്ക് എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയെല്ലാം നേരെ മറിച്ചാണ്, ഹയറർ കൃത്യമായിട്ട് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓണർക്ക് ഗുഡ്സ് തിരിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ടേം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് മീൻസ് ആൻ എഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് ഗുഡ്സ് ആർ ലെറ്റ് ഓൺ ഹയർ. അതായത് നമ്മൾ വാടകയ്ക്കൊക്കെ ഗുഡ്സ് കൊടുക്കില്ല, അതുപോലെ ഗുഡ്സിൻ്റെ പൊസിഷൻ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നു, പൊസിഷൻ കിട്ടുന്നു, പക്ഷേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. അണ്ടർ വിച്ച് ദ ഹയറർ ഹാസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ എഗ്രിമെൻറ്റ് എന്തായിരുന്നു? ലാസ്റ്റ് 10 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി എൻ്റെ പേരിലാവും, ആ കാർ എൻ്റെ പേരിലാവും. അപ്പോൾ ആ എഗ്രിമെൻറ്റ് ബേസിൽ ഞാൻ കൃത്യമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യുവാണെങ്കിൽ അവസാനം അതിൻ്റെ ഓണർഷിപ്പ് എനിക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. ഞാൻ കൃത്യമായിട്ട് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓണർ തിരിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മളുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്സിനെ ഗവേൺ ചെയ്യുന്നത് ഹയർ പർച്ചേസ് ആക്ട് 1972 ആണ്. സെയിലിനെ ഏത് ആക്ടാണ് ഗവേൺ ചെയ്യുന്നതെന്ന് നമുക്കറിയാം.
ഇപ്പോൾ ഹയർ പർച്ചേസ് ആക്ട് 1972 ആണ് ഹയർ പർച്ചേസിനെ ഗവൺ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കുന്നത്. ഇനി നമ്മൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, സെയിലും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ഓഫ് പാസിംഗ് പ്രോപ്പർട്ടി. അതായത് ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുന്നത്. സെയിലിൻ്റെ കേസിൽ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത്? നമ്മൾ എപ്പോഴാണോ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്, അതായത് സെയിലിൻ്റെ കോൺട്രാക്റ്റിൽ എപ്പോഴാണോ എൻ്റർ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുകയാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുകയാണ്. നേരെ മറിച്ച് ഹയർ പർച്ചേസിൻ്റെ കേസിൽ എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുന്നത്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. അതുവരെ ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ പേ ചെയ്ത് കഴിയുമ്പോൾ ആ ഗുഡ്സ് എൻ്റെ പൊസിഷനിലുണ്ട്, എനിക്കത് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ അതിൻ്റെ ഓണർ ആവുന്നില്ല. ഇനി പൊസിഷൻ ഓഫ് ദ പാർട്ടി. പൊസിഷൻ ഓഫ് ദ ബയർ ഈസ് ദാറ്റ് ഓഫ് ദ ഓണർ ഓഫ് ദ ഗുഡ്. സെയിലിൻ്റെ കേസിൽ എന്താണ്? ബയർ അതിൻ്റെ ഓണറാണ്. ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ ഓണർ ആവുകയാണ്. നേരെ മറിച്ച് ഹയർ പർച്ചേസിൻ്റെ കേസിൽ പൊസിഷൻ ഓഫ് ദ ഹയറർ ഇസ് ദാറ്റ് ഓഫ് എ ബെയിലി ടിൽ ഹി പേസ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വരെ ആ ഹയററുടെ പൊസിഷൻ എന്താണ്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആ ഗുഡ്സ് അദ്ദേഹത്തിൻ്റെ പൊസിഷനിലുണ്ടെന്നേ ഉള്ളൂ. അത് നശിപ്പിക്കാനോ ചീത്തയാക്കാനോ ഒന്നും അദ്ദേഹത്തിന് റൈറ്റ് ഇല്ല. അത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തം ഓണർഷിപ്പിൽ വരും. പിന്നെ ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ അതുവരെ ഒരു ബെയിലിയുടെ റോളാണ് ഹയറർക്ക് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളെന്തെങ്കിലും ഒരു ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്താൽ ആ കടക്കാരൻ അത് തോന്നിയ പോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അദ്ദേഹം അത് കൃത്യമായിട്ട് സൂക്ഷിച്ച് റിപ്പയറിങ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തത്. സോ ആ പർപ്പസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല കണ്ടീഷനിൽ തന്നെ തിരിച്ചു തരണ്ടേ. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഹയററുടെ ഇത് ഒരു ബെയിലിയുടെ റോളാണ് വരുന്നത്. നേരെ മറിച്ച് സെയിലിൻ്റെ കേസിൽ ബയർക്ക് അതിൻ്റെ ഓണർഷിപ്പാണ് കിട്ടുന്നത്, ബയർ അതിൻ്റെ ഓണറാണ്. ഇനി ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയർ ഒരു ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആ ഗുഡ്സ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുവാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിൻ്റെ പൈസ ബാക്കി തരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നേരെ മറിച്ച് ഹയറർക്ക് ആ ഗുഡ്സ് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, ഗുഡ്സ് ഓണർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി നെക്സ്റ്റ്, ബേർഡൻ ഓഫ് റിസ്ക് ഓഫ് ഇൻസോൾവൻസി ഓഫ് ദ ബയർ. ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബയർ അഥവാ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ റിസ്കിൻ്റെ ബേർഡൻ ആരുടെ കയ്യിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ആ ബേർഡൻ വരുന്നത്? സെയിലിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെല്ലർക്കാണ് ആ റിസ്ക് വരുന്നത്. കാരണം സെല്ലർ ബയർക്ക് കൊടുത്തു, സെല്ലർ ബയർക്ക് ഗുഡ്സ് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി, ശരിയല്ലേ? പിന്നെ ബയർ ഇൻസോൾവെൻ്റ് ആയി എന്നും പറഞ്ഞിട്ട് സെല്ലർക്ക് പോയി ചുമ്മാ ഗുഡ്സ് എടുത്തുകൊണ്ട് പോരാൻ പറ്റുമോ? പറ്റില്ല. സോ ആ റിസ്ക് സെല്ലർക്കാണുള്ളത്. നേരെ മറിച്ച് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഓണർക്ക് അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല. കാരണം അഥവാ ഹയറർ ഇൻസോൾവെൻ്റ് ആയി പോയി, ഹയറർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓണർക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സ് തിരിച്ചെടുത്തുകൊണ്ട് പോരാനായിട്ട് സാധിക്കും. കാരണം ഓണർഷിപ്പ് ഇപ്പോഴും നമ്മളുടെ ഓണറുടെ കയ്യിൽ തന്നെയാണ്, ഹയറർക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല, ഹയറർക്ക് പൊസിഷൻ മാത്രമേ ട്രാൻസ്ഫർ ആയിട്ടുള്ളൂ. ഇനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഓണർഷിപ്പ് സെയിലിൻ്റെയും ഹയർ പർച്ചേസിൻ്റെയും കേസിൽ എങ്ങനെയാണ്? നമ്മൾ സെയിലിൻ്റെ കേസിലാണെങ്കിൽ ബയർക്ക് വേണമെങ്കിൽ ഒരു ബോണഫൈഡ് പർച്ചേസർക്ക് അതിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സെയിലിൻ്റെ കേസിൽ ഇപ്പോൾ ഞാനാണ് അത് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരു ഗുഡ്സ് ഏതെങ്കിലും ഒരു ഐറ്റം ബൈ ചെയ്തു, സോ ഞാനാണ് അതിൻ്റെ ഓണർ. എനിക്കിഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു ബോണഫൈഡ് പർച്ചേസർക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഹയറർക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ബോണഫൈഡ് പർച്ചേസർക്ക് ഹയറർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഹയറർക്ക് അതിൻ്റെ ഓണർഷിപ്പ് വരുന്നുള്ളൂ. അതുവരെ ജസ്റ്റ് പൊസഷൻ മാത്രമേ ഉള്ളൂ. നമ്മളുടെ പൊസഷനിലുള്ള ഓണർഷിപ്പ് ഇല്ലാത്തൊരു ഐറ്റം നമ്മൾക്ക് ചുമ്മാ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി റീസെയിലിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ സെയിലിൻ്റെ കേസിൽ ബയ്യർക്ക് വേണമെങ്കിൽ ഗുഡ്സ് റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ബയ്യർ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ബയ്യറിൻ്റെ ഓണർഷിപ്പിലുള്ള ഗുഡ്സ് ആണ്. അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ബയ്യറുടെ കയ്യിൽ തന്നെയാണ്, ബയ്യറുടെ പേരിലാണ്. സോ ബയ്യർക്ക് റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഹയർ പർച്ചേസിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ ഹയർ പർച്ചേസർക്ക് അങ്ങനെ റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോൾ വരെ? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് അതിൻ്റെ ഓണർഷിപ്പ് സ്വന്തം പേരിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് വരെ. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിയുമ്പോഴല്ലേ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി സ്വന്തം പേരിൽ വരുന്നത് വരെ ഹയറർക്ക് ആ ഐറ്റം റീസെൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള
ഡിഫറൻസ്, സെയിൽ എഗ്രിമെൻറ്റ് ആൻഡ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എക്സാമ്പിൾ വെച്ചൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരില്ല. അതുകൊണ്ടാണ് സിമ്പിൾ എക്സാമ്പിൾ തന്നെ പറഞ്ഞത്. സോ നിങ്ങൾ നന്നായിട്ട് ഈ ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.